നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ 6 റൗണ്ട് പിന്നിട്ട് കഴിഞ്ഞു. അതായത് ഇനി 2 റൗണ്ട് മത്സരങ്ങളെ ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളൂ. 2025 ഇനി കളികളില്ല. അടുത്ത വർഷം ജനുവരിയിലാണ്, അതായത് അടുത്ത മാസം ജനുവരി 20-നാണ് ഇനി 7ാം റൗണ്ട് മത്സരങ്ങളുള്ളത്. അപ്പോൾ ഈ പകുതിയിലധികം പിന്നിട്ട ഘട്ടത്തിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത? നമ്മൾ പവർ റാങ്കിങ് ഒന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും പുതിയ പവർ റാങ്കിങ് ആഫ്റ്റർ മാച്ച് ഡേ 6 36ാം സ്ഥാനത്ത്, അതായത് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും കൽപ്പിക്കപ്പെടാത്ത ടീം ഖൈറത്ത് അൽമാറ്റിയാണ്. അവർക്കിനിയിപ്പോൾ പ്ലേ ഓഫ് മാച്ചിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. ഒളിമ്പിയാക്കോസിനോട് ചൊവ്വാഴ്ച അവർ 1-0 പരാജയപ്പെട്ടു. അപ്പോൾ കസാക്കിസ്ഥാൻ സൈഡ് ഇനി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. VRL സ്പാനിഷ് ക്ലബ്ബ് പ്രതീക്ഷിച്ചൊരു പ്രകടനമല്ല ഈ ഒരു UCL നടത്തിയത്. 35ാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവരുള്ളത്. 34ാം സ്ഥാനത്ത് സ്ലാവിയ പ്രാഹ. 3-0 സ്ലാവിയ പ്രൈഗ് ടോട്ടനാമിനോട് കഴിഞ്ഞ മത്സരം തോറ്റത്. അതിപ്പോൾ അവരുടെ കുറ്റമെന്ന് പറയാൻ പറ്റില്ല, ടീമുകളുടെ നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. 34 സ്ലാവിയ പ്രാഹ വരുമ്പോൾ നമ്മുടെ പവർ റാങ്കിൽ 33 വരുന്നത് അയാക്സ് ആണ്. അയാക്സ് അത്ര മികച്ച രൂപത്തിലൊരു പെർഫോമൻസ് അല്ല ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ഒരു മുന്നോട്ട് പോകാനുള്ള സാധ്യത ഏതാണ്ട് മങ്ങിയിട്ടുണ്ടെങ്കിലും കറാബാഗ് അത്ര മികച്ച ടീമല്ല. അവർക്കെതിരെ അവർ കഴിഞ്ഞ കളി 2-4 വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതാണ് അയാക്സിൻ്റെ ഒരു സ്ഥിതിവിശേഷം. 33 അവരുള്ളത്. ഇനി 32 ബോഡോ ഗ്ലിംറ്റാണ്. അതേസമയം 31ാം സ്ഥാനത്താണ് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട്. അവർ FC ബാഴ്സലോണയോട് ഇപ്പോൾ കഴിഞ്ഞ കളി പരാജയപ്പെട്ടു. മുന്നോട്ട് പോക്ക് അവതാളത്തിലാണ്. 30ാം സ്ഥാനത്താണ് ക്ലബ് ബ്രൂഗയുള്ളത്. ബ്രൂഗയുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ആഴ്സണലുമായിട്ട് അവർ നല്ല വൃത്തിക്ക് തന്നെ തോറ്റു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോറ്റു. അത് ആഴ്സണലിൻ്റെ ഒരു മികവ് നമുക്കറിയാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്രൂഗയുടെ ഒരു പരാജയം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊന്നുമല്ല. ഏതായാലും 30ാം സ്ഥാനത്ത് അവർ. 29ാം സ്ഥാനത്താണ് യൂണിയൻ SG ഉള്ളത്. 28 അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ആ ഒരു മികവ് ഇത്തവണ അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കളിയിൽ അവർ PSG-യുമായിട്ട് ഗോൾ രഹിത സമനില പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിലും മുന്നോട്ട് പോകാൻ അവർ ബുദ്ധിമുട്ടും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും അവർ പ്ലേ ഓഫെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 27ാം സ്ഥാനത്താണ് പെഫോസ് ഉള്ളതെങ്കിൽ 26ാം സ്ഥാനത്താണ് ഒളിമ്പിയാക്കോസ് ഉള്ളത്. ഒളിമ്പിയാക്കോസ് പ്ലേ ഓഫ് എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. 25 കറാബാഗ്, 24 കോപ്പൻഹേഗൻ, 23 PSV ഐന്തോവൻ. അതേസമയം 22 ഗാലറ്റസറായി. 21ാം സ്ഥാനത്ത് AS മൊണോക്കോ. 20ാം സ്ഥാനത്ത് ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഇപ്പം അവരുടെ കോച്ചായിട്ട് ഹോസെ മൊറീഞ്ഞോ എത്തിയതിന് ശേഷമാണ് അവരൊരു പ്രതീക്ഷ വെക്കുന്നത്. അത് ഏതായാലും നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ SL ബെൻഫിക്കയ്ക്ക് ഇപ്പോഴുണ്ട്. കഴിഞ്ഞ കളി നാപ്പോളിയെ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു. സോ ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷിക്കുകയാണ് ഹോസെ മൊറീഞ്ഞോയുടെ കീഴിൽ അവർക്കൊരു മുന്നോട്ട് പോക്കുണ്ടാകും എന്നുള്ളത്. ഏതായാലും 20ാം സ്ഥാനത്താണ് ബെൻഫിക്ക ഇപ്പോൾ നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങിലുള്ളത്. അടുത്ത് നമ്മൾ 19ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നാപ്പോളിയെ തന്നെയാണ്. നാപ്പോളി തോറ്റു, ശരിയാണ് ബെൻഫിക്കയോടെ, എന്നാൽ പോലും പ്രതീക്ഷയുണ്ട് അവരുടെ ടീമിന്. 18ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് CP. 17ാം സ്ഥാനത്താണ് ഒളിമ്പിക് മാഴ്സെയ് പവർ റാങ്കിങ്ങിലുള്ളത്. 16ാം സ്ഥാനത്ത് യുവൻറ്റസ് വരുമ്പോൾ 15ാം സ്ഥാനത്താണ് ഇന്റർ മിലാന്. ഇന്ററിൻ്റെ കഴിഞ്ഞ കളിയിലെ തോൽവിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്തായാലും എല്ലാവർക്കും ഉണ്ട്. അത് പെനാൽറ്റി ആയിരുന്നോ ലിവർപൂളിനെതിരെയുള്ള ആ ഒരു കളിയിൽ റഫറി കൊടുത്ത് പെനാൽറ്റി ശരിക്കും പെനാൽറ്റി ആയിരുന്നോ എന്നുള്ള തർക്കമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും അവർക്കത് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. 15ാം സ്ഥാനത്ത് ഇന്റർ വരുമ്പോൾ 14ാം സ്ഥാനത്താണ് ബയർ ലെവർക്യൂസനുള്ളത്. 13ാം സ്ഥാനത്ത് ന്യൂകാസിൽ യുണൈറ്റഡ്. 12 ബൊറൂസിയ ഡോട്ട്മുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളി സമനിലയിലാണ് കുരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഡോട്ട്മുണ്ട് എപ്പോൾ കളിച്ചാലും ഗോള് വരും എന്നുള്ളത് ഒരു ഉറപ്പാണ്. പക്ഷേ തിരിച്ചും ഗോള് വാങ്ങി. ബോഡോ ഗ്ലിംറ്റുമായിട്ട് 2-2 സമനിലയിലാണ് അവർ കുരുങ്ങിയത്. 11ാം സ്ഥാനത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ. കഴിഞ്ഞ കളിയിൽ മികച്ച വിജയം അവർ നേടുകയുണ്ടായി. ഇത്തവണ മുന്നോട്ട് പോക്ക് എളുപ്പമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. 10ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. റയൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ
ടോപ്പ് 8 തന്നെ അവരുണ്ടെങ്കിൽ പോലും നിലവിൽ അവരുടെ പോക്ക് അത്ര ശുഭകരമല്ല, സുഖകരമല്ല. പക്ഷേ ഇനിയിപ്പോൾ ഒരു മാസത്തിലധികം സമയമുണ്ട് അടുത്ത UCL മത്സരത്തിന്. അപ്പോഴേക്കും ടീം മികവ് തിരികെ പിടിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. സാബി അലോൺസോയുടെ ഭാവി എന്താകും എന്നുള്ളൊരു ആശങ്കയും ഒരു ഭാഗത്തുണ്ട്. 10ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ആണെങ്കിൽ 9ാം സ്ഥാനത്ത് ചെൽസിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു കൺസിസ്റ്റൻസി എവിടെയോ അവർക്ക് ഈ ഒരു സീസൺ നഷ്ടപ്പെടുന്നുവോ എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളി അവർ അറ്റ്ലാന്റയോട് 2-1 പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവർ 9ാം സ്ഥാനത്തുണ്ട്, നോക്കൗട്ട്സിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. 8ാം സ്ഥാനത്ത് അറ്റലാന്റ വരുമ്പോൾ 7ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഹുലിൻ ആൽവാരസിൻ്റെ ഗോളടി കഴിഞ്ഞ കളിയിലും നമ്മൾ കണ്ടു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നോട്ടേക്ക് ഇനിയും പോവേണ്ടതുണ്ട്, സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അവരുടെ കോച്ചിനുമുള്ളത്. 6ാം സ്ഥാനത്ത് ലിവർപൂൾ. പ്രീമിയർ ലീഗിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നു. UCL ഈ വിജയം ആർനെ സ്ലോട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മോസലയുടെ തുറന്ന പറച്ചിൽ ആകെ പ്രശ്നങ്ങൾ ക്ലബ്ബിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഘട്ടവുമാണ്. എന്നാൽ പോലും അവർക്ക് മികച്ച ടീമുണ്ട്, കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 5ാം സ്ഥാനത്താണ് FC ബാഴ്സലോണ. ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ അവർ താഴെയാണെങ്കിലും ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെതിരെ അവർ നല്ല രൂപത്തിൽ തന്നെ വിജയിച്ച് കയറി. ഹൻസി ഫ്ലിക്കിൻ്റെ ടീമിന് നല്ല പ്രതീക്ഷ എന്തായാലും ഉണ്ട്. 4ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും അവരുടെ ഒരു ടച്ച് വീണ്ടെടുത്തു എന്ന തോന്നൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ബെർണാബുവിൽ പോയി അവരെ പരാജയപ്പെടുത്തി. പെപ് ഗാർഡിയോളയും സംഘവും ഇത്തവണയും UCLലെ ഒരു ബിഗ് കണ്ടൻഡർ തന്നെയായിരിക്കും. 3ാം സ്ഥാനത്താണ് പാരീസ് സെൻ ജെർമെൻ. ഇപ്പോൾ കഴിഞ്ഞ കളി സമനിലയിൽ പിരിഞ്ഞു, ശരിയാ, അത്ലറ്റിക് ക്ലബ്ബുമായിട്ട്. എന്നാൽ പോലും പോയ സീസണിലെ പോലെ തന്നെ അവർക്ക് ഇത്തവണ മാജിക്കുകൾ കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോയ സീസണിൽ അവർ ലീഗ് ഘട്ടത്തിൽ അത്ര മികച്ച രൂപത്തിലായിരുന്നില്ല, പിന്നീടാണ് അവർ കാര്യങ്ങൾ പിടിച്ചത്. 2ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക്. കുതിച്ചു പായുന്ന ബയൺ മ്യൂണിക്ക് ഒറ്റ കളിയിൽ മാത്രമാണ് വീണ് പോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏതായാലും ബയൺ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കളിയിൽ സ്പോർട്ടിങ്ങിനെ 3-1 പരാജയപ്പെടുത്തി നിൽക്കുകയാണ്. ഏതായാലും നല്ല രൂപത്തിൽ തന്നെയാണ് അവരുടെ ടീം കുതിക്കുന്നത്. നല്ല കിരീട സാധ്യത ഇത്തവണയുണ്ട്. ഏറ്റവും അധികം കിരീട സാധ്യത എന്താ സംശയം ആഴ്സണലിനാണ്. 6 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും ഒറ്റ കളിയും തോൽക്കാതെ എല്ലാ കളിയും വിജയിച്ച് പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ കൊണ്ടുപോകുന്ന ആഴ്സണലിന് തന്നെയാണ് നിലവിൽ ഏറ്റവും അധികം കിരീട സാധ്യത. ഇതാണ് പവർ റാങ്കിങ്. എത്രയും വേഗത്തിൽ നമ്മൾ ആദ്യത്തെ 5 സ്ഥാനം നോക്കാം. 1 ആഴ്സണൽ, 2 ബയൺ മ്യൂണിക്ക്, 3 പാരീസ് സെൻ ജെർമൻ, 4 മാഞ്ചസ്റ്റർ സിറ്റി, 5 FC ബാഴ്സലോണ. നിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.